Hi friends, welcome to my channel. So ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു മേക്ക് ഓവർ വീഡിയോ ആണ്. സോ നിങ്ങൾ വാളിൽ കാണുന്ന ഈ റെക്റ്റാങ്കുലർ ഷേപ്പുള്ള വാളാണ് എൻ്റെ ഇന്നത്തെ ക്യാൻവാസ്. ഇത് കുറച്ച് വലുതായതുകൊണ്ട് മൊത്തത്തിൽ ക്യാമറയിൽ കവർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റെൻസിൽസ് ആണ്. ഈ സ്റ്റെൻസിൽസ് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ നിങ്ങൾക്കും ഇത് വാങ്ങാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ആ ലിങ്ക് യൂസ് ചെയ്യാം. സോ ഇത് 4 സ്റ്റെൻസിൽസ് ഒന്നിച്ചുള്ള ഒരു പാക്കായിരുന്നു അത് വാങ്ങുമ്പോൾ. ഇതെന്ന് വെച്ചാൽ രാജസ്ഥാനി ബ്ലൂ പോട്ടറിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെൻസിലാണ്. ഈവൻ ബോട്ടിൽ ആർട്ടിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ സ്റ്റെൻസിൽസ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മളിത് വാളിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് അതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഒന്ന് നോക്കണം. അതായത് നമ്മൾ സ്പേസ് എത്രത്തോളം കവർ ചെയ്യണം, ഈ 4 സ്റ്റെൻസിൽസ് യൂസ് ചെയ്യാൻ പറ്റുമോ ഒന്നിച്ച്. സോ അങ്ങനെയാണെങ്കിൽ ഓരോന്നിനുള്ള ഗ്യാപ്പ് എത്രയാണ്, ഇതൊക്കെ ഞാൻ വാളിൽ ഫസ്റ്റ് വെച്ച് ഒന്ന് മെഷർ ചെയ്തു. ഓരോ സ്റ്റെൻസിൽ വെക്കുന്നതിനും അപ്പുറം ഇപ്പുറം എത്ര ഗ്യാപ്പ് വിട്ടാലാണ് ഈ മൊത്തം സ്റ്റെൻസിൽസ് കവർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു മാസ്കിംഗ് ടാപ്പ് യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്തിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് എടുത്തു. സോ ബ്ലാക്ക് അക്രലിക് കളറാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. വൈറ്റ് വാളാണ്, അപ്പോൾ ബ്ലാക്ക് അക്രലിക് കളർ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇത് മൊത്തത്തിൽ കവർ ചെയ്യുന്നത്. പിന്നെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലവേഴ്സിനൊക്കെ കുറച്ച് ഗോൾഡ് അക്രലിക് കളേഴ്സും യൂസ് ചെയ്യും. സോ എൻ്റെ കയ്യിൽ സ്റ്റെൻസിൽ ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോർമൽ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ സ്റ്റെൻസിൽ എപ്പോഴും ചെയ്യുമ്പോൾ ബ്രഷ് വെച്ചിട്ട് ഒന്ന് പെയിൻറ്റിൽ ടാപ്പ് ചെയ്യണം. എക്സസ് ആയിട്ട് ബ്രഷ് ലോഡ് ചെയ്തെങ്കിൽ അത് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. സോ ബ്രഷ് വളരെ ലൈറ്റായിട്ട് ലോഡ് ചെയ്തിട്ട് വേണം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്യണം. വാളിൽ ജസ്റ്റ് ടാപ്പിംഗ് ആണ്. സാധാരണ പെയിൻറ്റ് ചെയ്യുന്ന പോലെ ബ്രഷ് ചെയ്താലും ലൈൻസ് ഉണ്ടാവും. സോ സ്റ്റെൻസിൽസ് എപ്പോഴും സ്റ്റെൻസിൽ ബ്രഷ് കിട്ടും, ഇല്ലെങ്കിലും ഈ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാനേ പാടുള്ളൂ. സോ ഞാൻ ഫസ്റ്റ് സ്റ്റെൻസിൽ യൂസ് ചെയ്തിട്ട് മൊത്തം വാള റെക്റ്റാങ്കുലർ ഷേപ്പ് ഒന്ന് കവർ ചെയ്യുവാണ്. സോ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇത് ഞാൻ എടുത്തിട്ട് ഇതിൻ്റെ ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഫസ്റ്റ് ലൈൻ സ്റ്റെൻസിൽ കംപ്ലീറ്റ് ആയതിനു ശേഷം ഇങ്ങനെയാണ് ആ റെക്റ്റാങ്കുലർ ഷേപ്പ് കാണാൻ പറ്റുന്നത്. കുറച്ചൊക്കെ സ്പില്ലായിട്ടുണ്ട്. സോ അത് നമുക്ക് ലാസ്റ്റ് ടച്ചപ്പ് ചെയ്യാം, വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് ടച്ചപ്പ് ചെയ്യാം. സോ ഇനി ഞാൻ നെക്സ്റ്റ് സ്റ്റെൻസിൽ യൂസ് ചെയ്യുകയാണ്. സോ ഇത് അഗൈൻ ഇതും സെയിം നമ്മൾ വെച്ചിട്ട് മെഷർ ചെയ്തിട്ട് മെറിൻ താഴെയും ഞാൻ ഫസ്റ്റ് തന്നെ മെഷർ ചെയ്തുകൊണ്ട് കറക്റ്റ് സ്പേസ് കൊടുക്കാൻ പറ്റും. സോ സെക്കൻഡ് സ്റ്റെൻസിൽ വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ലുക്ക്. 2 സ്റ്റെൻസിൽ ഞാനിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞു. സോ മൂന്നാമത്തെ സ്റ്റെൻസിലും കംപ്ലീറ്റ് ആയ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സോ ഇത് വളരെ ചെറിയ സ്റ്റെൻസിലായതുകൊണ്ട് തന്നെ ഒരുപാട് നേരം എടുക്കും ഈ മൊത്തം ചെറിയൊരു റെക്റ്റാങ്കുലർ ഷേപ്പ് കവർ ചെയ്യാൻ തന്നെ. സോ മൊത്തത്തിൽ വാളൊക്കെ കവർ ചെയ്യണമെങ്കിൽ വളരെ നല്ല പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ 4ാമത്തെ സ്റ്റെൻസിലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വീഡിയോയിൽ. സോ ഇത് വളരെ ചെറിയ സ്റ്റെൻസിലാണ്. ഇതേപോലെ സെയിം പ്രോസസ്സ് ടാപ്പ് ചെയ്തിട്ട് ചെറിയ ബ്രഷാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്. മറ്റു വലിയ ബ്രഷ് നമുക്ക് ആവശ്യമില്ല, കാരണം അത് പുറത്തേക്ക് പോകും വലിയ ബ്രഷ് യൂസ് ചെയ്താലും. സോ ചെറിയ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് 4ാമത്തതും കംപ്ലീറ്റ് ചെയ്തു. നമ്മളിപ്പോൾ ഫൈനൽ സ്റ്റെൻസിലാണ് യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്പേസിംഗ് ഒക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ലാസ്റ്റ് സ്റ്റെൻസിൽ കറക്റ്റായിട്ട് റെക്റ്റാങ്കുലർ ഷേപ്പിലും വെക്കാൻ പറ്റി. സോ ഇതിലും ചെറിയ പാർട്ടിക്കിൾസ് ആയതുകൊണ്ട്, ചെറിയ ഷേപ്സ് ആയതുകൊണ്ട് ചെറിയ സ്റ്റെൻസിൽ വെച്ചാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ 4 സ്റ്റെൻസിൽ ഒന്നിച്ച് യൂസ് ചെയ്യണമെന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തേതും ലാസ്റ്റ് സ്റ്റെൻസിലും മാത്രം യൂസ് ചെയ്തിട്ട് കുറച്ചധികം ഗ്യാപ്പ് ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് 4ഉം ഒന്നിച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ലുക്ക്, ഒരു ടൈൽ ലുക്ക് നമുക്ക് കിട്ടുന്നത്. സോ ഈ ക്യാമറ വാള് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ എനിക്കിത് മൊത്തത്തിൽ കവർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. ലാസ്റ്റ് സ്റ്റെൻസിലും കംപ്ലീറ്റ് ആയതിനു ശേഷം ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. സോ ഇതിൻ്റെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസിനൊക്കെ ഞാൻ ഗോൾഡ് അക്രലിക് കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യുവാണ്. ഈ ഫ്ലവേഴ്സിനും ഈ ഓരോ ബ്ലാക്ക് ഇതിൻ്റെ സെൻറ്ററിലും ഒരു ഗോൾഡ് വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യുകയാണ്. ഒരു ഡോട്ട്സ് വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.